അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. എന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, അങ്ങേക്ക് അള്ളാഹു സലാം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അള്ളാഹു ചോദിക്കുന്നു, എന്താണ് അങ്ങേക്ക് മനഃപ്രയാസം എന്ന് ചോദിക്കുന്നു. അങ്ങയെ ദുഃഖിതനായി പ്രയാസപ്പെടുന്ന ആളായി അള്ളാഹു കാണുന്നല്ലോ, എന്താണ് കാരണം എന്ന് ചോദിക്കാൻ എന്നോട് അള്ളാഹു ആവശ്യപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിന് ചോദിക്കാതെ അറിയാമെങ്കിലും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓ ജിബ്രീലേ, എൻ്റെ ഉമ്മത്തികൾ ഖിയാമത്ത് നാളിൽ ഏതവസ്ഥയിലായിരിക്കും എന്ന വിഷയത്തെക്കുറിച്ച് എനിക്ക് ഗാഢമായ ചിന്തയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, നബിയെ, കുഫാറുകളായ അവിശ്വാസികളായ അങ്ങയുടെ ഉമ്മത്തികളെ കുറിച്ചാണോ, അതല്ല ലാ ഇലാഹ ഇല്ലല്ലാഹു പറയാൻ തൗഫീക്ക് കിട്ടിയ ഉമ്മത്തികളെ കുറിച്ചാണോ അങ്ങയുടെ ചിന്ത? അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഉമ്മത്തികളെ കുറിച്ചാണ് കൂടുതൽ ചിന്തയുള്ളത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പിടിച്ച് അല്പം മുമ്പോട്ട് നടന്നു. അതിനോട് മഖ്ബറയിലെത്തി, ബനൂ സലമ ഗോത്രക്കാരടക്കിയ മഖ്ബറയിൽ. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ വലത് ചിറക് കൊണ്ട് ഒരു ഖബറിൽ അടിച്ചു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ അനുമതിയോട് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. ആ ഖബർ പൊട്ടിപ്പിളർന്ന് നല്ല വെളുത്ത സുമുഖനായ യുവാവിനെ പോലത്തെ ഒരാൾ എഴുന്നേറ്റ് വന്നു. എഴുന്നേറ്റ് വരുമ്പോൾ അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ മയ്യത്തിനോട്, നീ മടങ്ങിപ്പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അദ്ദേഹം മടങ്ങി ഖബറിലേക്ക് പോവുകയും ചെയ്തു. പിന്നീട് ജിബ്രീൽ അലൈഹിസ്സലാം അല്പം മുമ്പോട്ട് നീങ്ങി മറ്റൊരു ഖബറിൻ്റെ മുകളിൽ തന്നെ ഇടത് ചിറക് കൊണ്ട് അടിച്ചു. അപ്പോൾ ആ ഖബർ പൊട്ടിപ്പിളർന്ന് അതിൽ നിന്ന് ഒരു വിരൂപനായ, മുഖമെല്ലാം കറുത്ത് കണ്ണുകൾ മഞ്ഞ നിറമുള്ള ഒരാൾ എഴുന്നേറ്റ് വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, ഓ എൻ്റെ ഖേദമേ, എൻ്റെ ദുഃഖമേ, എൻ്റെ നഷ്ടമേ എന്ന് പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ മനുഷ്യനോട്, നീ മടങ്ങിപ്പോയിക്കോ പല സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞു. അദ്ദേഹം മടങ്ങിപ്പോയി. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇപ്രകാരമാണ് ഖിയാമത്ത് നാളിൽ ഓരോരുത്തരെയും പുനർജീവിപ്പിക്കപ്പെടുന്നത്. ഏതവസ്ഥയിൽ മരിച്ചോ ആ അവസ്ഥയിൽ അവരെ പുനർജനിപ്പിക്കപ്പെടും എന്ന് പറയുകയുണ്ടായി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ മരണപ്പെടാൻ പോകുന്ന ആൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ പറയാൻ വേണ്ടി കൽപ്പിക്കണ്ട, അടുത്തിരുന്ന് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക. കാരണം അത് പാപങ്ങളെ പൊളിച്ചു കളയുന്ന കലിമയാണ്. സഹാബത്ത് ചോദിച്ചു, ഒരാൾ മരിക്കുന്ന സമയത്ത് പറഞ്ഞാൽ പാപങ്ങൾ പൊറുക്കപ്പെടും പ്രവാചകരെ, ജീവിതകാലത്ത് പറഞ്ഞാലോ? അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആ ജീവിതകാലത്ത് പറയുകയാണെങ്കിൽ അത് കൂടുതൽ പാപങ്ങളെ പൊളിച്ചു കളയുന്നതാണ്. നിങ്ങൾ അധികമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ടിരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു. മരിക്കാൻ പോകുന്ന അടുക്കൽ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കുകയും അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും ചെയ്താൽ പിന്നീട് നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് ഒന്നും സംസാരിപ്പിക്കരുത്. കാരണം ഒരാളുടെ അവസാന കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ അദ്ദേഹം പരലോകത്ത് രക്ഷപ്പെടുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുകയുണ്ടായി. അങ്ങനെ മരിച്ച ആളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല വിശ്വാസം വയ്ക്കാം, അദ്ദേഹം സ്വർഗവാസിയായിരിക്കുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. ഒരാൾ പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹം മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരു പക്ഷേ പറയാൻ ആരോഗ്യം ഉണ്ടാവില്ല. അള്ളാഹു മാത്രം കേട്ടാൽ മതിയല്ലോ, മനുഷ്യർ കേൾക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഉറക്കെ പറയുന്നത് നല്ല ലക്ഷണമാണ് എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ജീവിക്കുക, അധികമായി ചൊല്ലുക, അതനുസരിച്ച് ജീവിക്കുക. എന്നാൽ പുനർജനിപ്പിക്കപ്പെടുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞുകൊണ്ട് വെളുത്ത് സുമുഖനായി എഴുന്നേൽക്കാം. ഇനി അത് പറയാൻ ഭാഗ്യം കിട്ടാതെയാണ് പോയത്, നിങ്ങളെല്ലാം കാക്കുമാറാവട്ടെ. നേരത്തെ പറഞ്ഞ പോലെ കറുത്തിരുണ്ട്, ആകെ പേടിച്ച് വരണ്ടായിരിക്കും, എഴുന്നേൽക്കുക. ഇങ്ങനെ പറയും, ഞാൻ നഷ്ടപ്പെട്ടു പോയി എന്ന് വിളിച്ചു പറയുമെന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അനുഭവത്തിലൂടെ, സംഭവത്തിലൂടെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ കാണിച്ചു കൊടുക്കുകയും തങ്ങളുടെ ദുഃഖത്തിന് ഒരു സമാധാനം കൊടുക്കുകയും ചെയ്തു എന്ന് ഹദീസിൽ കാണുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ ദുഃഖം
കുറച്ച് കൊടുക്കാൻ വേണ്ടി, അത് ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹു തആല തൻ്റെ പ്രിയപ്പെട്ട മലക്കായ ജിബ്രീലിനെ അങ്ങോട്ട് നിയോഗിച്ചത് എന്ന് ഹദീസിൽ റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ചുള്ള ഹദീസിൽ മഹാന്മാർ വിശദീകരണം എഴുതിയിട്ടുണ്ട്. അള്ളാഹു തആല ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ജീവിച്ചതിൽ മരിക്കാനുള്ള ഭാഗ്യം നമുക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും അള്ളാഹു നൽകുമാറാവട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.